ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വേരിയസ് LGSനുള്ള ഏതൊക്കെ SCRT പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. ആദ്യമായി നമ്മൾക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഏതൊക്കെ പാഠങ്ങളാണ് SCRT പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഈ 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ ഇതിൻ്റെ അകത്ത് വേണ്ടതാണ്. എൻ്റെ കുട്ടി വരഞ്ഞിട്ടതാണ് ഇത്. കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്ക് കഴിയുന്നതും പരമാവധി അവരുടെ കൺമുന്നിൽ പെടാതെ തന്നെ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ആദ്യത്തെ SCRT പാഠഭാഗമാണ് 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ. പിന്നെ വരുന്നത് 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. പിന്നെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക്. പിന്നെ 9th സ്റ്റാൻഡേർഡിലെ തന്നെ 8ാമത്തെ ചാപ്റ്ററായ ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ. പിന്നെ 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് 7ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. പിന്നെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ 10th സ്റ്റാൻഡേർഡിലുള്ള ഈ 7th 8th ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നീ 2 പാഠങ്ങളും ഈ SCRT പാഠഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് നമുക്ക് അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലും മെയിനായിട്ട് 6 പാഠഭാഗങ്ങളാണ്. അത് 5th-ലും 7th-ലും 9th-ലും 10th-ലെയും പാഠഭാഗങ്ങളായ നമ്മുടെ ഇന്ത്യ, ഇന്ത്യയിലൂടെ, സുരക്ഷിതമായ നാളേക്ക്, ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത്രയും പാഠഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വരുന്നത് ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രത്തിലെ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. പിന്നെ ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. പിന്നെ വരുന്നത് 4th ചാപ്റ്റർ, 7th സ്റ്റാൻഡേർഡിലെ തന്നെ 4th ചാപ്റ്ററായ ഇന്ത്യ പുതുയുഗത്തിലേക്ക്. പിന്നെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ സമന്വയത്തിൻ്റെ ഇന്ത്യ. പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. പിന്നെ വരുന്നത് 5th ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും. പിന്നെ ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. പിന്നെ 10th സ്റ്റാൻഡേർഡിൽ തന്നെ ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഇത്രയും പാഠഭാഗങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, SCRT പാഠഭാഗങ്ങൾ. ഒന്നുകൂടി പറയാം. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 സമന്വയത്തിൻ്റെ ഇന്ത്യ. പിന്നെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും. ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. പിന്നെ +2-ലെ പൊളിറ്റിക്കൽ സയൻസിലുള്ള ചാപ്റ്റർ 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. അത് ഈ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ പാഠഭാഗങ്ങളാണ്. അതിനകത്തുനിന്നും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതാണ് പൊളിറ്റിക്കൽ സയൻസിലുള്ള ചാപ്റ്റർ 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. പിന്നെ ചാപ്റ്റർ 12-ൽ വരുന്നത് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും നിയമലംഘനവും അതിനപ്പുറവും. പിന്നെ വരുന്നത് +1-ലെ ഗാന്ധിയൻ പഠനം ചാപ്റ്റർ 4 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക്. ഇതൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യ ചരിത്രവും അത്രയും പാഠഭാഗങ്ങളാണ് SCRTയിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി വരുന്നത് ഭരണഘടന. ഭരണഘടനയിൽ 5th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന. പിന്നെ വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഭരണഘടനയുള്ളത് 5th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. 7th സ്റ്റാൻഡേർഡിൽ 10 നമ്മുടെ ഭരണഘടന. 8th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്. പിന്നെ 9th സ്റ്റാൻഡേർഡിലത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ തന്നെ ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. ചാപ്റ്റർ 9 നല്ല നാളേക്കായി. ഇത്രയും പാഠഭാഗങ്ങളാണ് SCERT-യിൽ നിങ്ങൾക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി കേരള ഭൂമിശാസ്ത്രത്തിലെ SCERT പാഠഭാഗമാണ്. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 കേരളക്കരയിൽ. പിന്നെ 6th സ്റ്റാൻഡേർഡിലുള്ളത് ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും. പിന്നെ കേരള ഭൂമിശാസ്ത്രം നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി ബാക്കിയുള്ള യൂട്യൂബ് ക്ലാസ്സുകളിലും പിന്നെ നമ്മളെ ഈ ക്ലാസ്സിൽ തന്നെ നൽകാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ അതിൻ്റെ കൂടെ ഈ SCERT പാഠഭാഗമായ 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 കേരളക്കരയിലും 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന പാഠഭാഗവും നോക്കിയിട്ട് പോവുക. പിന്നെ വരുന്നത് കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ വരുന്നത് 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. പിന്നെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. പിന്നെ വരുന്നത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. പിന്നെ നിങ്ങൾ 12th ചാപ്റ്റർ 15 കേരളം ആധുനികതയിലേക്ക് എന്ന SCERT പാഠഭാഗവും ഒന്നുകൂടി നോക്കിയിട്ട് പോവുക. അപ്പോൾ കേരള ചരിത്രത്തിൽ വരുന്നത് ഈ 4 പാഠഭാഗമാണ്. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. പിന്നെ 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. പിന്നെ സ്റ്റാൻഡേർഡ് 12th ചാപ്റ്റർ 15 കേരളം ആധുനികതയിലേക്ക്. അവിടെയും ഒരു പാഠഭാഗമുണ്ട്. അതും കൂടി ഒന്ന് എക്സ്ട്രാ ആയിട്ട് നോക്കിയിട്ട് പോവുക. ഇനി അടുത്തത് വരുന്നത് ജീവശാസ്ത്രം. ജീവശാസ്ത്രത്തിൽ കുറേയധികം SCERT പാഠഭാഗമുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. 5th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 7 അറിവിൻ്റെ ജാലകങ്ങൾ. ഇപ്പോൾ ഈ ജീവശാസ്ത്രത്തിലൊക്കെ കുറേ SCERT പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ ഒരു പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. നല്ല എളുപ്പമായിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ്. നിങ്ങൾ പണ്ട് പഠിച്ച പാഠഭാഗങ്ങൾ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ദിവസവും ഓരോ പാഠഭാഗവും ഓരോ പാട്ടായിട്ട് വായിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓരോ ദിവസത്തേക്കും ഓരോ വിഷയം എന്നതിൽ ഉപരി നിങ്ങൾ എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഓരോ പാർട്ട് വീതമെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സോ അല്ല ഹോട്ട് ടോപ്പിക്സായ മറ്റ് കാര്യങ്ങളോ പിന്നെ ദിവസവും നോക്കാൻ ശ്രമിക്കുക. മാത്സൊക്കെ ദിവസവും നോക്കുക, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ നിങ്ങൾക്ക് എക്സാം ഹാളിലെത്തുമ്പോൾ നമുക്ക് ഈ വേഗത്തിൽ സമയത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. ഇനി വരുന്നത് ജീവശാസ്ത്രത്തിലെ പാഠഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ 5th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 7 അറിവിൻ്റെ ജാലകങ്ങൾ. പിന്നെ ചാപ്റ്റർ 8 അകറ്റി നിർത്താം ലോകങ്ങളെ. പിന്നെ ചാപ്റ്റർ 10 വരുന്നത് ജന്തുവിശേഷങ്ങൾ. ഈ 3 പാഠഭാഗങ്ങളാണ് 5th സ്റ്റാൻഡേർഡിൽ വരുന്നത്. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ വരുന്നത് ജീവൻ്റെ ചെപ്പുകൾ ചാപ്റ്റർ 1. ചാപ്റ്റർ 3 പൂവിൽ നിന്ന് പൂവിലേക്ക്.
പിന്നെ ചാപ്റ്റർ 4 ആഹാരം ആരോഗ്യത്തിന്, പിന്നെ ചാപ്റ്റർ 5 ഒന്നിച്ചു നിൽക്കാം, പിന്നെ ചാപ്റ്റർ 10 വരുന്നത് രൂപത്തിനും ബലത്തിനും. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 1 മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം, ചാപ്റ്റർ 4 അന്നപഥത്തിലൂടെ. പിന്നെ ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി, പിന്നെ ചാപ്റ്റർ 8 പ്രാണവായുവും ജീവരക്തവും, പിന്നെ ചാപ്റ്റർ 10 സുരക്ഷ ഭക്ഷണത്തിലും. അപ്പോൾ 5th 6th 7th ഒന്നുകൂടി പറയാം. 5th സ്റ്റാൻഡേർഡിൽ വരുന്നത് 3 പാഠഭാഗങ്ങൾ: അറിവിൻ്റെ ജാലകങ്ങൾ, അകറ്റി നിർത്താൻ രോഗങ്ങളെ, ജന്തുവിശേഷങ്ങൾ. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ വരുന്നത് ജീവൻ്റെ ചെപ്പുകൾ, പൂവിൽ നിന്ന് പൂവിലേക്ക്, ആഹാരം ആരോഗ്യത്തിന്, ഒന്നിച്ചു നിൽക്കാം, രൂപത്തിനും ബലത്തിനും. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ വരുന്നത് മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം, അന്നപഥത്തിലൂടെ, നിർമ്മലമായ പ്രകൃതിക്കായി, പ്രാണവായുവും ജീവരക്തവും, സുരക്ഷ ഭക്ഷണത്തിലും. ഇനി 8th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് പുതുതായി LGS പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെ തുടങ്ങിയിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള ക്ലാസ്സായിട്ട് ഇത് കണക്കാക്കുക. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ ഇനി ജീവശാസ്ത്രത്തിലെ ബാക്കിയുള്ള SCERT പാഠഭാഗങ്ങൾ 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും നമുക്ക് നോക്കാം. 8th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 1 കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, പിന്നെ ചാപ്റ്റർ 2 കോശജാലങ്ങൾ, ചാപ്റ്റർ 8 വീണ്ടെടുക്കാം വിളനിലങ്ങൾ, ചാപ്റ്റർ 9 തരംതിരിക്കുന്നതെന്തിന്, ചാപ്റ്റർ 15 വൈവിധ്യം നിലനിൽപ്പിന്, ചാപ്റ്റർ 16 തലമുറകളുടെ തുടർച്ചയ്ക്ക്. അപ്പോൾ 8th സ്റ്റാൻഡേർഡിലെ ഒന്നുകൂടി പറയാം. ചാപ്റ്റർ 1 വരുന്നത് കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, ചാപ്റ്റർ 2 കോശജാലങ്ങൾ, ചാപ്റ്റർ 8 വീണ്ടെടുക്കാം വിളനിലങ്ങൾ, ചാപ്റ്റർ 9 തരംതിരിക്കുന്നതെന്തിന്, ചാപ്റ്റർ 15 വൈവിധ്യം നിലനിൽപ്പിന്, ചാപ്റ്റർ 16 തലമുറകളുടെ തുടർച്ചയ്ക്ക്. ഇനി വരുന്നത് ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ് 9th ചാപ്റ്റേഴ്സാണ്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ ടോട്ടൽ 7 SCERT പാഠഭാഗങ്ങൾ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ, ചാപ്റ്റർ 3 വരുന്നത് ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം, ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചാപ്റ്റർ 5 വരുന്നത് വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചാപ്റ്റർ 6 ചലനത്തിൻ്റെ ജീവശാസ്ത്രം, ചാപ്റ്റർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. അപ്പോൾ ജീവശാസ്ത്രത്തിലെ പാഠഭാഗങ്ങൾ ഒന്നുകൂടി പറയാം. 5th സ്റ്റാൻഡേർഡിൽ അറിവിൻ്റെ ജാലകങ്ങൾ, അകറ്റി നിർത്താൻ രോഗങ്ങളെ, ജന്തുവിശേഷങ്ങൾ. 6th സ്റ്റാൻഡേർഡിൽ ജീവൻ്റെ ചെപ്പുകൾ, പൂവിൽ നിന്ന് പൂവിലേക്ക്, ആഹാരം ആരോഗ്യത്തിന്, ഒന്നിച്ചു നിൽക്കാം, രൂപത്തിനും ബലത്തിനും. 7th സ്റ്റാൻഡേർഡിൽ മണ്ണിൽ നിന്നും പൊന്നു വിളിക്കാം, അന്നപഥത്തിലൂടെ. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ വരുന്നത് നിർമ്മലമായ പ്രകൃതിക്കായി, പ്രാണവായുവും ജീവരക്തവും, സുരക്ഷ ഭക്ഷണത്തിലും. പിന്നെ 8th സ്റ്റാൻഡേർഡിലെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ, വീണ്ടെടുക്കാം വിളനിലങ്ങൾ, തരംതിരിക്കുന്നതെന്തിന്, വൈവിധ്യം നിലനിൽപ്പിന്, തലമുറകളുടെ തുടർച്ചയ്ക്ക്. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, ആഹാരം അന്നപഥത്തിൽ, ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, ഊർജത്തിനായി ശ്വസിക്കാം, വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചലനത്തിൻ്റെ ജീവശാസ്ത്രം, വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. ഇനി നമുക്ക് രസതന്ത്രത്തിലെ പാഠഭാഗങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ജീവശാസ്ത്രത്തിലാണ് നിങ്ങൾക്ക് കുറേ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ മുന്നേ പഠിച്ചു വെച്ചത് ഇനിയിപ്പം ബാങ്കോ നോയയ്ക്കോ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ടാവും. അവർക്കും ഇതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ LGS യൂണിവേഴ്സിറ്റി LGS പഠിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമുക്ക് എക്സാം ഹാളിൽ നല്ലൊരു ടൈം മാനേജ്മെൻ്റ് ആയാലും നമ്മൾ ആ സമയത്തുള്ള നമുക്ക് ടെൻഷൻസ് ഒഴിവാക്കി നമുക്ക് വേഗത്തിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ റിവിഷൻ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞവർ അല്ല പഠിച്ചു തുടങ്ങുന്നവർ ഇനി 2 മാസം
സമയമുണ്ട്. നിങ്ങൾ ചിട്ടയായ പഠനത്തിലൂടെ ഈ സിലബസ് ശരിക്കും പഠിച്ചിട്ട് ഈ SCERT പാഠങ്ങളും ഒക്കെ ഞാൻ പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഇതിൽ സിലബസ് ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് രസതന്ത്രത്തിലെ പാഠഭാഗങ്ങൾ പരിചയപ്പെടാം. രസതന്ത്രത്തിൽ വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളിൽ അടിസ്ഥാന ഘടകങ്ങൾ, പിന്നെ ചാപ്റ്റർ 10 രാസമാറ്റങ്ങൾ, ചാപ്റ്റർ 11 ലോഹങ്ങൾ, ചാപ്റ്റർ 17 ജലം, ചാപ്റ്റർ 18 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും, ചാപ്റ്റർ 15 ലായനികൾ. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 1 ആറ്റത്തിൻ്റെ ഘടന, ചാപ്റ്റർ 2 രാസബന്ധനം, ചാപ്റ്റർ 3 റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും, ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ, ചാപ്റ്റർ 6 അലോഹങ്ങൾ, ചാപ്റ്റർ 7 വരുന്നത് കാർബണിൻ്റെ ലോകം. അപ്പോൾ ഇതിനകത്ത് 7th സ്റ്റാൻഡേർഡിൽ വരുന്ന ചാപ്റ്റർ 3 വരുന്നത് ആസിഡുകളും ആൽക്കലികളും, പിന്നെ ചാപ്റ്റർ 10 സുരക്ഷാ ഭക്ഷണത്തിൽ. ഇതും കൂടി നോക്കുക. അപ്പോൾ രസതന്ത്രത്തിൽ വരുന്നത് ആദ്യം 7th സ്റ്റാൻഡേർഡിലുണ്ട് 3ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ആൽക്കലികളും, പിന്നെ ചാപ്റ്റർ 10 സുരക്ഷാ ഭക്ഷണത്തിലും. പിന്നെ 8th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 4 പദാർത്ഥങ്ങളിൽ അടിസ്ഥാന ഘടകങ്ങൾ, ചാപ്റ്റർ 10 രാസമാറ്റങ്ങൾ, ചാപ്റ്റർ 11 ലോഹങ്ങൾ, ചാപ്റ്റർ 17 ജലം, ചാപ്റ്റർ 18 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും, ചാപ്റ്റർ 15 വരുന്നത് ലായനികൾ. പിന്നെ ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 1 ആറ്റത്തിൻ്റെ ഘടന, ചാപ്റ്റർ 2 രാസബന്ധനം, ചാപ്റ്റർ 3 റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും, ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ, ചാപ്റ്റർ 6 അലോഹങ്ങൾ, ചാപ്റ്റർ 7 കാർബണിൻ്റെ ലോകം. പിന്നെ ചാപ്റ്റർ 10th വരുന്നത് ഈ രസതന്ത്രത്തിൽ തന്നെ ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പിന്നെ ചാപ്റ്റർ 4 ലോഹ നിർമ്മാണവും. 10th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ചാപ്റ്റർ 4 ലോഹ നിർമ്മാണം. നിങ്ങൾ ഈ SCERT പാഠഭാഗങ്ങളും PYQ പിന്നെ അഡീഷണലായിട്ട് റാങ്ക് ഫയലും ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഈ സയൻസ് പോർഷൻസിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പം നമ്മുടെ ഭൗതികശാസ്ത്രത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ പഠിക്കാനുള്ള 5th സ്റ്റാൻഡേർഡിലുള്ള SCERT പാഠവും ചാപ്റ്റർ 3 മാനത്തെ നിഴൽക്കാഴ്ചകൾ, പിന്നെ ചാപ്റ്റർ 5 ഊർജത്തിൻ്റെ ഉറവകൾ, ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ചാപ്റ്റർ 9 ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. പിന്നെ വരുന്നത് 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 തിങ്കളും താരങ്ങളും, ചാപ്റ്റർ 7 ചലനത്തിനൊപ്പം, ചാപ്റ്റർ 8 ആകർഷിച്ചും വികർഷിച്ചും. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, ചാപ്റ്റർ 9 താപമൊഴുകുന്ന വഴികൾ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഭൗതികശാസ്ത്രത്തിൽ നമുക്ക് വരുന്നത് 5th സ്റ്റാൻഡേർഡിലുള്ളത് ചാപ്റ്റർ 3 മാനത്തെ നിഴൽക്കാഴ്ചകൾ, 5th ചാപ്റ്റർ ഊർജത്തിൻ്റെ ഉറവകൾ, പിന്നെ ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ചാപ്റ്റർ 9 ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 6 തിങ്കളും താരങ്ങളും, ചാപ്റ്റർ 7 ചലനത്തിനൊപ്പം, ചാപ്റ്റർ 8 ആകർഷിച്ചും വികർഷിച്ചും. പിന്നെ വരുന്നത് 7th സ്റ്റാൻഡേർഡിലുള്ളത് ചാപ്റ്റർ 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, പിന്നെ 9th ചാപ്റ്റർ താപമൊഴുകുന്ന വഴികൾ. പിന്നെ 8th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 3 പദാർത്ഥ സ്വഭാവം, ചാപ്റ്റർ 5 അളവുകളും യൂണിറ്റുകളും, ചാപ്റ്റർ 6 ചലനം, ചാപ്റ്റർ 7 ബലം, ചാപ്റ്റർ 14 പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, ചാപ്റ്റർ 19 ശബ്ദം. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 1 ദ്രവബലങ്ങൾ, ചാപ്റ്റർ 2 ചലന സമവാക്യങ്ങൾ, ചാപ്റ്റർ 3 ചലനവും ചലന നിയമങ്ങളും, ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം, ചാപ്റ്റർ 5 പ്രവൃത്തി പവർ ഊർജം, ചാപ്റ്റർ 7 തരംഗചലനം.
പിന്നെ വരുന്നത് 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 4 പ്രകാശത്തിൻ്റെ പ്രതിപതനം, ചാപ്റ്റർ 5 പ്രകാശത്തിൻ്റെ അപവർത്തനം, ചാപ്റ്റർ 6 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ചാപ്റ്റർ 7 ഊർജ പരിപാലനം. അപ്പോൾ നമുക്ക് ഭൗതികശാസ്ത്രത്തിലെ ഒന്നുകൂടി നോക്കാം. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 മാനത്തെ നിഴൽക്കാഴ്ചകൾ, 5th ചാപ്റ്റർ ഊർജത്തിൻ്റെ ഉറവുകൾ, ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. 6th സ്റ്റാൻഡേർഡിലുള്ളത് തിങ്കളും താരങ്ങളും ചലനത്തിനൊപ്പം ആകർഷിച്ചും വികർഷിച്ചും. 7th സ്റ്റാൻഡേർഡിൽ വരുന്നത് മർദ്ദം, ദ്രാവകത്തിലും വാതകത്തിലും താപമൊഴുകുന്ന വഴികൾ. 8th സ്റ്റാൻഡേർഡിൽ വരുന്നത് പദാർത്ഥ സ്വഭാവം, അളവുകളും യൂണിറ്റുകളും, ചലനം, ബലം, പ്രകാശപ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങളിൽ ശബ്ദം. 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ദ്രവബലങ്ങൾ, ചലന സമവാക്യങ്ങൾ, ചലനവും ചലന നിയമങ്ങളും, ഗുരുത്വാകർഷണം, പ്രവൃത്തി, പവർ, ഊർജം, തരംഗചലനം. 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശത്തിൻ്റെ അപവർത്തനം, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ഊർജ പരിപാലനം. ഇനി വരുന്നത് എക്കണോമിക്സിലെ പാഠഭാഗങ്ങളാണ്. എക്കണോമിക്സിൽ വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ, ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഇനി 7th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. പിന്നെ ഒരു ചാപ്റ്ററേ ഉള്ളൂ 7th സ്റ്റാൻഡേർഡിൽ. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 3 ദേശീയ വരുമാനം, ചാപ്റ്റർ 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, ചാപ്റ്റർ 9 സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. പിന്നെ ചാപ്റ്റർ 10th വരുന്നത് ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരുമാനവും, ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അപ്പോൾ എക്കണോമിക്സിലെ പാഠഭാഗങ്ങൾ ഒന്നുകൂടി പറയാം. 8th സ്റ്റാൻഡേർഡിൽ വരുന്നത് ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ, 11th ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. പിന്നെ വരുന്നത് 7th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ, 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ദേശീയ വരുമാനം, ചാപ്റ്റർ 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, ചാപ്റ്റർ 9 സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരുമാനവും, ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. പിന്നെ കലാ സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല എന്നിവയിൽ നിന്ന് SCERTയിലെ മലയാളം പുസ്തകത്തിലെ സാഹിത്യകാരന്മാരും കൃതികളൊക്കെ എന്തായാലും നിങ്ങൾ നോക്കി വെക്കാം. അപ്പോൾ കുറേ എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് ലിസ്റ്റിലൊന്നും പെട്ടില്ലെന്നൊന്നും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നാലേ നമുക്ക് വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ ആൾക്കാരും, ഇതേപോലെ തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപടി മുകളിൽ നമ്മൾ എഫേർട്ട് ഇടുക. അപ്പോൾ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ SCERT പാഠങ്ങൾ സിലബസൊക്കെ ഒരു നോട്ടിൽ സിലബസ് ആദ്യം എഴുതി വെക്കുക. ആ സിലബസ് ആദ്യം നമ്മൾ മനസ്സിലെത്തി പഠിക്കുക. പിന്നെ ഈ SCERT പാഠങ്ങൾ ഓരോന്നും നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ ഒരു പുതിയ നോട്ട് അതിനായിട്ട് വാങ്ങുക. എന്നിട്ട് അതിൻ്റെ അകത്ത് സിലബസും ഈ SCERT പാഠങ്ങളൊക്കെ മുന്നിൽ തന്നെ ആദ്യ പേജിൽ തന്നെ എഴുതിയിട്ട്, പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ മാർക്കാണ് ഓരോ സബ്ജക്റ്റിനും ഉള്ളതെന്ന് നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാത്സും സയൻസൊക്കെ വേഗത്തിൽ തന്നെ നല്ല ഇതായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും രോഗകാരികളും അതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ള SCERT പാഠഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് കുറേ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നോട്ട്സ് എഴുതി പഠിക്കുക. ഈ SCERT പാഠഭാഗങ്ങൾ ഓരോന്നായിട്ട് യൂട്യൂബിലോ നിങ്ങൾ പുസ്തകം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് നോക്കി അതിൻ്റെ അകത്തുള്ള മെയിൻ പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് എക്സാമിന്
മുന്നേ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ പാഠങ്ങളും എല്ലാ ടോപ്പിക്സും. അപ്പം നമുക്ക് പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് അതിൻ്റെ ക്ലാസ്സൊക്കെ പിന്നെ തരുന്നതായിരിക്കും. PYQs തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ കോഴ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് SCERT പാഠങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും എല്ലാം ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ഇനിയും തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.